കണ്ണൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് വിമതൻ. കോൺഗ്രസ് നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയുള്ള മുതിർന്ന നേതാവ് മമ്പറം ദിവാകരനാണ് വിമതനായി മത്സരിക്കുക. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ദീപക്, ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നേതാവ് കൂടിയാണ്. ഒരു വേള പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നു, പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള നീക്കമുണ്ടായിരുന്നു, പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നു. ഇപ്പോഴെന്താണ് ഇങ്ങനെ ഒരു വിമത നീക്കത്തിലേക്ക് നയിച്ചത്? കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലയിലെ മുതിർന്ന നേതാവാണ്. വർഷങ്ങളോളം DCC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയിരുന്നു മമ്പറം ദിവാകരൻ. മമ്പറം ദിവാകരൻ ഇപ്പോൾ കണ്ണൂരിൽ വിമതനായി മത്സരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വാർത്ത. മമ്പറം ദിവാകരൻ തത്സമയം നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. താങ്കൾ വിമതനായി മത്സരിക്കുകയാണ്. കെ സുധാകരനോടുള്ള പ്രതിഷേധം, കെ സുധാകരന് പ്രതിഷേധം മാത്രമല്ല, പട്ടിക വൈകുന്നതിലുള്ള പ്രതിഷേധം. കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിനെയും ഹൈക്കമാൻഡിനെയും സമ്മർദ്ദത്തിലാക്കി സീറ്റ് വാങ്ങി കണ്ണൂരിൽ മത്സരിക്കുകയാണെങ്കിൽ മമ്പറം ദിവാകരൻ അദ്ദേഹത്തിനെതിരെ മത്സരിക്കും. കാരണം കഴിഞ്ഞ 61 വർഷമായി ഒരു മിനിറ്റ് പോലും കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. കെ സുധാകരൻ 69 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിളർപ്പിനെ തുടർന്ന് പോയതാ. പിന്നീട് 74 ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ ചെയർമാനായി മത്സരിച്ച് തോൽപ്പിച്ച ആളാണ്. AK ബാലനെ വിജയിപ്പിച്ച ആളാണ്. 78 കോൺഗ്രസിൽ വീണ്ടും പിളർപ്പ് വന്നപ്പോഴും ജനതാദള്, ഗോപാലൻ ജനത, അങ്ങനെ പോയി 87 69 പോയ സുധാകരൻ 87 കോൺഗ്രസ് തിരിച്ചു വരുന്നത്. 92 ഞാൻ അദ്ദേഹത്തിന്റെ പ്രസിഡന്റാക്കി, ഞാൻ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആക്കി. ഈ സുധാകരനുമായുള്ള അങ്ങയുടെ പോരാട്ടം അത് പഴയതാണ്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള വലിയ രാഷ്ട്രീയ വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടികളും നിങ്ങൾ മാറി നിൽക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴെന്താണ് യഥാർത്ഥത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു വിമതനായി മത്സരിക്കാൻ കാരണം കേരളത്തിൽ എല്ലാ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും UDFന്റെ പ്രവർത്തകന്മാരും വളരെ സന്തോഷത്തിലാണ്. ഇത്തവണ 10 വർഷത്തിന് ശേഷം ഇത്തവണ UDF അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മനസ്സിലുണ്ട്. പ്രതീക്ഷയ്ക്ക് മങ്ങിയില്ലേ പട്ടിക ഇത്രയും വൈകിയപ്പോൾ? ആ പ്രതീക്ഷ മങ്ങാൻ കാരണം ഒന്ന് സുധാകരന്റെ ഈ ഒരു സമ്മർദ്ദ തന്ത്രം, പിന്നെ സാധ്യത പട്ടിക വൈകിയതും വളരെ വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ. കാരണം ജനങ്ങളുടെ പ്രതീക്ഷയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് വലിയ പ്രതീക്ഷക്ക് വിരുദ്ധമായി എന്നെപ്പോലെയുള്ള കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി പ്രവർത്തിക്കുന്ന അന്നും ഇന്നും. ഞാൻ ഇന്ദിരാഗാന്ധി ആസ്പത്രി ഉണ്ടാക്കിയ ആളാണ്, ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ ഉണ്ടാക്കിയാണ്, ഇന്ദിരാഗാന്ധി കോളേജ് ഉണ്ടാക്കിയ ആളാണ്, ആയിരക്കണക്കിന് ആൾക്ക് ജോലി കൊടുത്തത്. പ്രധാന പ്രശ്നം ഇപ്പം കോൺഗ്രസിന്റെ പട്ടികയിൽ CPM നിന്നും വിട്ടുവരുന്നവരുടെ പട്ടിക നീളുകയാണ്. തളിപ്പറമ്പിൽ പോലും സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കുന്നില്ല. ഗോവിന്ദന് CPM വിട്ട ആൾക്കാർക്ക് പിന്തുണ നൽകാൻ തീരുമാനിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ്? കോൺഗ്രസിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു ദിവസം പാർട്ടിയിൽ വരുമ്പോൾ പിന്നെ സീറ്റ് കൊടുക്കുന്നത് ശരിയല്ല എന്നല്ല, അത് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ശരിക്കുള്ള തളിപ്പറമ്പിലൊക്കെ റഷീദിനെ നിർത്തി അവിടെ വിജയിപ്പിക്കേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട്. താങ്ക് യു. വളരെ കൃത്യമായി പറയുന്നു 2 കാര്യങ്ങൾ. ഒന്ന്, കെ സുധാകരൻ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്ന ശരിയല്ല. മറ്റൊന്ന്, തളിപ്പറമ്പിൽ TV ഗോവിന്ദനെ പിന്തുണക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം, ആ തീരുമാനം ശരിയല്ല എന്ന് മമ്പറം ദിവാകരൻ പറയുകയാണ്. കാരണം അവിടെ റഷീദിനെ പോലുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വരണമെന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.